children, today we are going to deal with a short story, The Snake and the Mirror. So this is a short story written by Vaikom Muhammad Bashir. Hope all of you heard about Vaikom Muhammad Bashir. Who are Vaikom Muhammad Bashir? He was a legend in Kerala. കേരളത്തിലെ ലെജൻഡ് ആയിരുന്നു അദ്ദേഹം. ഹി ഓൺസ് എ റിമാർക്കബിൾ പൊസിഷൻ ഇൻ മലയാളം ലിറ്റററി എറീന. മലയാളം ലിറ്ററേച്ചറിൽ തന്നെ വളരെയധികം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി രൂപപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. വിത്ത് ഹിസ് പ്രൊഫൗണ്ട് ആൻഡ് സിമ്പിൾ റൈറ്റിംഗ് വിത്ത് എ ടച്ച് ഓഫ് സർക്കാസം, satire and black humor, he had woven his own writing style and marked his presence as a short story writer, novelist, humanist and a freedom fighter. He was known as the Beppu Sultan and he wrote from his own experiences and he adopted the language of common people. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ലാംഗ്വേജാണ് യൂസ് ചെയ്യുക അല്ലെ. ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു തരം ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന്റെ. വളരെ വലിയ ലിറ്റററി ഏരിയയിലേക്കൊന്നും പോവാതെ കോമൺ പീപ്പിളിന്റെ, സാധാരണ ജനങ്ങളുടെ ഭാഷയാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ പ്രത്യേകത. We are going to study about a short story, that is Snake and the Mirror. So we should know something about the short story. What is a short story? Short story is a brief fictional prose narrative that is shorter than a novel and often deals with a few characters in it. ഓക്കെ, ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസ് നെറേറ്റീവ് ആണ് അല്ലേ. മാത്രമല്ല അത് നോവലിന്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല, ഷോർട്ടർ ആയിരിക്കും, ചെറുതായിരിക്കും, 3 or 4 pages മാക്സിമം അല്ലെ. അതിനേക്കാളും അപ്പുറം ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കുറച്ച് ക്യാരക്ടേഴ്സേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ഷോർട്ട് സ്റ്റോറി. ദെൻ വി ഹാവ് ടു നോ സംതിങ് അബൌട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഷോർട്ട് സ്റ്റോറി. About Vaikom Muhammad Bashir short story, he gave importance to dialogues. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറീസിൽ ഡയലോഗ്സിന്, കോൺവെർസേഷൻസിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ആൻഡ് ഹി ഗിവ്സ് പ്രയോറിറ്റി ടു ദ സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സൊസൈറ്റി. മാത്രമല്ല അദ്ദേഹം സമൂഹത്തിൽ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ക്ലാസസിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. Okay, then he had a feeling of kindness. He shows kindness towards animals like snake, mouse, etc. അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ ആനിമൽസിനോട് ഒരു പ്രത്യേക കരുണ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോ മൗസ് അല്ലെങ്കിൽ സ്നേക്ക് തുടങ്ങിയ ആനിമൽസ്, ആട്, പാത്തുമ്മായുടെ ആടിലൊക്കെ ആടിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അപ്പൊ ആനിമൽസിനോടൊക്കെ ഒരു പ്രത്യേക കൈൻഡ്നെസ് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, he criticized the society satirically. അദ്ദേഹം സൊസൈറ്റിയിലെ വൈസസ് ആൻഡ് ഫോളീസ് ഓഫ് ദ സൊസൈറ്റിയിലെ തിന്മകളെയും ജനങ്ങളുടെ സ്റ്റുപ്പിഡിറ്റിനെ ഒക്കെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. സറ്റയർ മീൻസ് വി ആർ ക്രിറ്റിസൈസിങ് ഓർ റിഡിക്യൂളിംഗ് ദ വൈസസ് ആൻഡ് ഫോളീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സ്റ്റുപ്പിഡിറ്റി ഓഫ് ദ പീപ്പിൾ. ഓക്കെ, സോ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന തിന്മകൾ, അതുപോലെ ജനങ്ങളുടെ സ്റ്റുപ്പിഡിറ്റി, ഇതിനെയൊക്കെ കളിയാക്കി ഒരു ഹ്യൂമറിന്റെ രൂപത്തിൽ ചിത്രീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറഞ്ഞേ പറ്റും. അത്രയ്ക്കും കഴിവുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആണ്, റീഡിങ് ഫോർ പ്ലഷർ എന്ന് പറയും അല്ലെ. സോ ഒരു സന്തോഷം കിട്ടും നല്ല തമാശയിലൂടെ, എന്നാൽ അതിൽ നല്ല കാര്യവും കണ്ടന്റും ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. സോ അബൌട്ട് ഹിസ് വർക്ക്സ്, മെനി വർക്ക്സ് ആർ ഫേമസ്. ബാല്യകാലസഖി, പാത്തുമ്മാന്റെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, മെനി വർക്ക്സ് ആർ ദേർ. ആൻഡ് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളൊക്കെ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മതിലുകൾ, ഭാർഗവി നിലയം, ബാല്യകാലസഖി, ഇതൊക്കെ സിനിമയിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഹി വൺസ് മെനി അവാർഡ്സ്, പത്മശ്രീ അവാർഡ്, ദെൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, മെനി അവാർഡ്സ് ഹി വോൺ. സോ അദ്ദേഹത്തിന് കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അക്കാദമി ഫെലോഷിപ്പ്, അതുപോലെ പത്മശ്രീ അവാർഡ്സ്, ഇങ്ങനെ ഒരുപാട് അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഫിലിം ഫീൽഡിലും അദ്ദേഹത്തിന്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കുറെ അവാർഡ്സും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്.
So about our story, we are going to deal with the story The Snake and the Mirror. This is a humorous story. Okay, this story is a narrative within the narrative. The writer tells us the story which was told to him by a homeopathic doctor. So, this story narrative within the narrative enna parayunnathu. Actually, this story വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരു ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞു കൊടുത്തതാണ്. ആ സ്റ്റോറി ബഷീർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് രണ്ട് നരേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഹോമിയോപ്പതി ഡോക്ടറുടെയും ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ നമുക്ക് പറഞ്ഞു തരുന്ന സ്റ്റോറിയുടെയും. സോ നരേറ്റീവ് വിത്തിൻ ദ നരേറ്റീവ് എന്നാണ് പറയുന്നത്. സോ as the name suggests, what is the name of the story? Snake and the Mirror. So as the name suggests, the snake and the mirror are the two important characters in this short story. The homeopathy doctor encountered a snake and the snake fell on the body of the doctor. So when the snake saw its reflection in the mirror, it was more interested into it and the life of homeopathic doctor was saved. So ഈ സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്? അതായത് ഈ സ്റ്റോറിയിലെ ടൈറ്റിൽ പോലെ തന്നെ സ്നേക്കും ഒരു മിററുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുക്കൾ. ഒരു കണ്ണാടി ഒരു പാമ്പുമാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ദിവസം ഹോമിയോപ്പതിക് ഡോക്ടർ ഒരു പാമ്പിനെ കാണുകയും ആ പാമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം പാമ്പ് മിററിൽ ആ പാമ്പിന്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ അങ്ങനെ ഹോമിയോപ്പതിക് ഡോക്ടറുടെ ലൈഫ് രക്ഷപ്പെടുന്ന സീനാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ കാണുന്നത്. അത് വളരെ രസകരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. സോ അബൌട്ട് ദ തീം ഓർ വാട്ട് മെസ്സേജ് ഇറ്റ് കൺവേസ്. സോ the story conveys an important message. One should not be proud of oneself, right? നമ്മൾ ആരും നമ്മളെ കുറിച്ച് അഹങ്കരിക്കാൻ പാടില്ല അല്ലെ. നമ്മൾ ഏത് പോസ്റ്റ് ആയാലും നമ്മൾ എത്ര വലിയവരായാലും we should not be proud of ourselves. Okay, that is the important message conveys through this story, because we are nothing without the benign support of God. ഗോഡിന്റെ സപ്പോർട്ട് കൂടാതെ നമ്മൾ ഒന്നുമല്ല അല്ലെ. ഗോഡ് ഒരു നിമിഷം വിചാരിച്ചാൽ മതി നമ്മൾ തകർന്ന് വീഴാൻ വേണ്ടിയിട്ട്. So the moment the doctor realized his true worth, his life was saved. So നമ്മളെ കുറിച്ച് ബോധവാന്മാരാവുമ്പോൾ നമ്മളുടെ കൂടെ ദൈവം ഉണ്ടാവും എന്നാ പറയാം. അപ്പൊ അവിടെ ഡോക്ടറുടെ അഹംഭാവമൊക്കെ മാറി ഡോക്ടർ ആയപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ ലൈഫ് സേവ് ചെയ്യാൻ കൂടെ നിന്നു എന്നാണ് പറയുന്നത്. So actually this is a Malayalam story which was translated by V. Abdullah. So come to the story. All of you please take a textbook and a pencil to mark the meanings. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with a tale. അപ്പോൾ നമ്മുടെ ബഷീർ അടക്കം എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. സോ ദേ വർ ഡിസ്കസിങ് അബൌട്ട് സ്നേക്സ്. അവർ സ്നേക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഹോമിയോപ്പതി ഡോക്ടറാണ് അദ്ദേഹം ഇവരോട് ചോദിക്കുന്നത്, എപ്പോഴെങ്കിലും നിങ്ങളുടെ ദേഹത്ത് ഒരു പാമ്പ് കയറിയിട്ടുണ്ടോ, പാമ്പ് ചുറ്റിയിട്ടുണ്ടോ, കോയിൽ ചുറ്റിയിട്ടുണ്ടോ, അതും ഫുൾ ബ്ലഡഡ് കോബ്ര. കോബ്ര എന്ന് പറഞ്ഞാൽ അറിയാലേ, നല്ല വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്, മൂർഖൻ പാമ്പാണ്. സോ ഫുൾ ബ്ലഡഡ് ആയിട്ടുള്ള ഒരു കോബ്ര നിങ്ങളുടെ ശരീരത്തിലേക്ക് എപ്പോഴെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? സോ ഈ ഇരിക്കുന്ന എല്ലാവരും ഷോക്കായി, ബിക്കോസ് ദേ വർ ഡിസ്കസിങ് അബൌട്ട് സ്നേക്സ്. സോ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയി. ദെൻ all are listened carefully. Attentively means carefully. So all are started to listen this story. Tale means story from this homeopathic doctor. So the meanings in that paragraph, attentively, you can underline attentively, that means carefully. Then tale you have already known that this is story. So come to the next paragraph. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. So ഇവിടെ പറയുന്നത് അദ്ദേഹം ഹോമിയോപ്പതി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാണ് സ്റ്റോറി.
അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച് നിർത്തിക്കുകയാണ്, നിങ്ങളുടെ മേത്ത് എപ്പോഴെങ്കിലും കോബ്ര ചുറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ഇതിലൂടെ. സോ അദ്ദേഹം പറയുന്നത് അതൊരു രാത്രി ടൈം ആയിരുന്നു, ഏകദേശം 10 മണി. അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരികയാണ്. സോ റൂമിന്റെ വാതില് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഹി ഹാഡ് എ നോയ്സ്. സോ എന്ത് നോയ്സ് ആണ് കേട്ടത്? ദാറ്റ് ഈസ് എ ഫെമിലിയർ വൺ. അപ്പൊ ഡെയിലി അദ്ദേഹം കേൾക്കാറുള്ള നോർമൽ വോയിസ് തന്നെയാണ് കേട്ടത്. One could say that Rags and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. So totally dark ആണ്. So അദ്ദേഹം ആ സൗണ്ട് ഒന്നും മൈൻഡ് ചെയ്തില്ല, ബിക്കോസ് ഹി യൂസ്ഡ് ടു ഹിയർ ദിസ് വോയിസ്. അദ്ദേഹം ഇത് കേട്ട് പരിചയമുള്ള വോയിസ് ആണ്. അപ്പൊ അദ്ദേഹം റൂമിലേക്ക് കിടന്നിട്ട് ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ എടുത്ത് ലൈറ്റൻ ചെയ്തു. സോ ഹിയർ ലൈറ്റഡ് മീൻസ് യു നോ ദാറ്റ് ലിറ്റ്, കത്തിച്ചു. Come to the next paragraph. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. So ഇവിടെ പറയുന്നത് അദ്ദേഹം മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു എന്ന് തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി that house is not electrified. ആ വീട്ടിൽ കറണ്ട് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതൊരു റെന്റഡ് റൂമാണ്, സ്മോൾ റെന്റഡ് റൂമാണ്. ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. സോ ഹി ഹാസ് നോ മണി. അദ്ദേഹം ജസ്റ്റ് മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഹി ഹാസ് എ ഹോമിയോപ്പതി ഡോക്ടർ. സോ അദ്ദേഹത്തിന്റെ ആകെ കൂടിയുള്ളത് 60 രൂപയാണ് എന്ന് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഉള്ളത് കുറച്ച് ഷർട്ട്സ്, ധോത്തീസ്, പിന്നെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് കോട്ട് ഉണ്ട്. ദാറ്റ് ഈസ് സോളിറ്ററി ബ്ലാക്ക് കോട്ട് എന്നാണ് പറയുന്നത്. അതായത് അത് കൂടി ഒരു ബ്ലാക്ക് കോട്ടേ ഉള്ളൂ. സോളിറ്ററി മീൻസ് ലോൺലി, അല്ലെ, ഒറ്റപ്പെട്ട. സോ അദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ ബ്ലാക്ക് കോട്ടും മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. ഹി ഹാസ് ഓൺലി 60 rupees ഇൻ ഹിസ് ഹാൻഡ് നൗ. ദെൻ കുറച്ച് ധോത്തീസും ഷർട്ട്സും ഒരു ബ്ലാക്ക് കോട്ടും മാത്രമേ ഉള്ളൂ. So come to the 4th paragraph. I took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tile roof with long supporting cables that rested the beam over the wall. There was no ceiling. So അദ്ദേഹത്തിന്റെ സൂട്ട് കേസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും അതുപോലെ വെസ്റ്റ്, നോട്ട് സോ വൈറ്റ് എന്ന് പറയുന്നത്, അതായത് കുറച്ച് മുഷിഞ്ഞതാണ്, അത്ര പുതിയതല്ല, ഇറ്റ് വാസ് ഡേർട്ടി വൺ. ഇതെല്ലാം എടുത്ത് അദ്ദേഹം ഹോളിൽ തൂക്കിയിടുകയാണ്. അദ്ദേഹം അങ്ങനെ വീടിന്റെ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നു, ബിക്കോസ് ഇറ്റ് വാസ് സോ ഹോട്ട്. ഓക്കെ, സോ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഓപ്പൺ സ്പേസ് ആണ്, അത് ഒറ്റപ്പെട്ട ഒരു റൂമാണ്, പുറത്ത് മുറ്റാണ് ഉള്ളത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ളതാണ്. മാത്രമല്ല ഇറ്റ് ഹാഡ് എ ടൈൽ റൂഫ് ആൻഡ് ലോങ് സപ്പോർട്ടിംഗ് കേബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ എ ബീം ഓവർ ദ വോൾ. അതൊരു ടൈൽഡ് റൂഫാണ്. ടൈൽഡ് മീൻസ് ഓട് വീടാണ്. മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഗാബിൾസ് മീൻസ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഓട് വീടുകൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഗാബിൾസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പഴയ വീടാണ് അദ്ദേഹം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഹി ഹാസ് നോ മണി. അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ച് വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഒരു റൂം റെന്റിന് എടുത്തിരിക്കുന്നത്. There was no ceiling. There was a regular traffic of rags to and from a beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. അങ്ങനെ അദ്ദേഹം മെല്ലെ അദ്ദേഹത്തിന്റെ ബെഡൊക്കെ ശരിയാക്കിയിട്ട് വോളിന്റെ അടുത്തേക്ക്, ജനലിന്റെ അടുത്തേക്ക് നീക്കിയിടുകയാണ് കാറ്റ് കിട്ടാൻ വേണ്ടി, ബിക്കോസ് ഇറ്റ് വാസ് സോ ഹോട്ട്. അപ്പോൾ ഈ വീടിന്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടില്ല. സീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജന്തുക്കളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല, അല്ലെ. സീലിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധാരാളം റാറ്റ്സ് ഇങ്ങനെ റാറ്റ്സിന്റെ ട്രാഫിക്കാന്ന് പറയുന്നത്, റാറ്റ്സ് ഇങ്ങനെ വരിയായിട്ട് അതിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അത്രയ്ക്കും ചൂടാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, റൂമിന്റെ പുറത്തേക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ പോലും
കുറച്ച് പോലും വിൻഡ് ഗോഡ് ഒരു തരത്തിലും അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. അത്ര പോലും കാറ്റ് കിട്ടുന്നില്ല, വളരെ വളരെ ചൂടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ ഫാൻ ഉണ്ടാവില്ല, കൂളർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും സഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിലെ മെയിൻ വേർഡ്സ് നമുക്ക് നോക്കാം. വെസ്റ്റ്. വെസ്റ്റ് മീൻസ് അണ്ടർ ഷർട്ട്. നമ്മൾ മലയാളത്തിൽ ബനിയൻ എന്ന് പറയും അല്ലെ. Then gable, a triangle shaped wall. And okay, hope you have understood this paragraph. Come to the next paragraph, paragraph 5. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. So, ഇവിടെ പറയുന്നത് അദ്ദേഹം അങ്ങനെ വീണ്ടും പുറത്തിറങ്ങിയിട്ട് കാറ്റൊന്നും കിട്ടുന്നില്ല, വീണ്ടും റൂമിലേക്ക് വരിക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെയറിൽ ഇരിക്കുകയാണ്. അവിടെ അദ്ദേഹം ടേബിൾ തുറന്നപ്പോ ഒരു ബുക്ക് കണ്ടു. ആ ബുക്കിന്റെ പേരാണ് ദ മെറ്റീരിയ മെഡിക്ക. അപ്പോ വില്യം ബോറിക് എന്ന് പറഞ്ഞ ഹോമിയോപ്പതിയുടെ എക്സ്പോണന്റ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ എക്സ്പോണന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ മെറ്റീരിയ മെഡിക്ക. ഹോമിയോപ്പതി വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ബുക്കാണ്. അപ്പൊ അദ്ദേഹം അതെടുത്ത് വായിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ടേബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടെ ഒരു ലാമ്പും അതുപോലെ ഒരു വലിയ കണ്ണാടിയും അതുപോലെ തന്നെ ഒരു ചീപ്പും കാണാണ്. ആ മിററിന്റെ അടുത്ത് തന്നെ ഒരു ചീപ്പും കിടക്കുന്നുണ്ട്, ഒരു കോമ്പും കിടക്കുന്നുണ്ട്. One feels tempted to look into a mirror when it is near. I took a look. ശരിയാണല്ലേ, ഇവിടെ തമാശപൂർവ്വം ചിത്രീകരിച്ചിരിക്കുകയാണ് ബഷീർ. ആരാണ് ഒരു കണ്ണാടി കാണുമ്പോൾ അത് നോക്കാതിരിക്കുക അല്ലെ? എവ്രിവൺ വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ മിറർ. എവിടെ കണ്ണാടി കണ്ടാലും നമ്മൾ നോക്കും, അത് ആരായാലും നോക്കുമെന്ന് നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ മനസ്സിലാവും. സോ ആ കണ്ണാടി കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. In those days I was great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from the above. അപ്പോ അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ബ്യൂട്ടിയുടെ വലിയൊരു അഡ്മയറാണ്, അദ്ദേഹം ബ്യൂട്ടി ആരാധകനാണ്. കാരണം എന്താ? ഞാനൊരു ഡോക്ടറാണ്, അതിനപ്പുറം ഞാനൊരു ബാച്ചിലറുമാണ്. കുറച്ച് അഹങ്കാരത്തോടെ കൂടെ തന്നെ അദ്ദേഹം പറയാണ്, ഐ എം എ ഡോക്ടർ, ഐ എം എ അൺമാരിഡ് മാൻ അല്ലെ, ഐ എം എ ബാച്ചിലർ. സോ കുറച്ച് അഹങ്കാരമൊക്കെ നമ്മുടെ ഡോക്ടർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം കണ്ണാടിയിൽ നോക്കുകയാണ്. മാത്രല്ല അദ്ദേഹത്തെ കുറച്ചും കൂടി ഹാൻസം ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ആ മിററിന്റെ അടുത്തൊരു കോമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയും. ആ കോമ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന് മുടിയൊക്കെ കറക്റ്റായിട്ട് പാട്ട് ചെയ്യാണ്, കറക്റ്റായിട്ട് ചീതി വഴച്ചിലൊക്കെ എടുത്ത് നല്ല രസത്തിൽ നീറ്റും ക്ലിയറും ആയിട്ട് വെക്കുകയാണ്. Again he heard the same sound. നമ്മൾ പറഞ്ഞു when he opened the door he had some voice. The same voice he is hearing now also. അദ്ദേഹം വീടിന്റെ വാതിൽ തുറന്നപ്പോൾ കേട്ട സെയിം സൗണ്ട് ഇപ്പോഴും കേൾക്കുകയാണ്. പറഞ്ഞു he used to hear that voice. അദ്ദേഹം ഓൾറെഡി ഡെയിലി കേൾക്കാവുന്ന ഫെമിലിയർ വോയിസ് ആണത്. അതുകൊണ്ട് അദ്ദേഹം അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അപ്പൊ ഇവിടെ ടെംപ്റ്റഡ് എന്ന വേർഡ് വരുന്നുണ്ട്. ടെംപ്റ്റഡ് മീൻസ് അട്രാക്റ്റഡ്. ആര് കണ്ണാടി കണ്ടാലും അതിലേക്ക് നോക്കാനുള്ള ഒരു അട്രാക്ഷൻ അല്ലേ? ടെംപ്റ്റഡ്, അട്രാക്റ്റഡ്. took a look means looked. പാർട്ടിങ് മീൻസ് ഡിവിഷൻ. മുടി കറക്റ്റ് ആയിട്ട് വഴച്ചിലൊക്കെ എടുത്ത് മാറ്റുന്നതിനെയാണ് പാർട്ടിങ് എന്ന് പറയും, സെപ്പറേഷൻ എന്നൊക്കെ പറയാം. Come to the 7th paragraph. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. So, അദ്ദേഹം കണ്ണാടിയിൽ നിന്ന് വിടുന്നില്ല കേട്ടോ, വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും കണ്ണാടിയുടെ അടുത്ത് വന്നിട്ട് നോക്കുകയാണ്. അങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുത്തു എന്നാണ് പറയുന്നത്. എന്താണ്? അദ്ദേഹം ഐ വുഡ് ഷേവ് ഇൻ ഡെയിലി ബേസിസ്. ഞാൻ എന്നും എൻ്റെ മീശയൊക്കെ ഷേവ് ചെയ്ത് നല്ല രസത്തിൽ വെക്കും. ഫോർ വാട്ട്? ടു മേക്ക് മീ മോർ ഹാൻസം അല്ലെ? അദ്ദേഹം ബാച്ചിലർ ആണ്, ഡോക്ടറാണ്. സോ ഹി വാണ്ട് ടു ബിക്കം മോർ ഹാൻസം. അതുകൊണ്ട് തന്നെ അദ്ദേഹം
എന്ത് തീരുമാനിച്ചു? അദ്ദേഹം എന്നും ഷേവ് ചെയ്യും, മാത്രമല്ല ഒരു ചെറിയ മുസ്റ്റാഷ്, ചെറിയൊരു മീശ അദ്ദേഹം വെക്കും. ഈ ചെറിയ മീശ എന്നെ കൂടുതൽ സുന്ദരനാക്കുന്നു എന്നാണ് അദ്ദേഹം സ്വയം കരുതുന്നത്. അപ്പൊ ആ ഒരു ഡിസിഷൻ കണ്ണാടിയുടെ അടുത്ത് നിന്ന് നോക്കിയിട്ട് അദ്ദേഹം എടുക്കുകയാണ്. കൊള്ളാല്ലേ? I was after all a bachelor and a doctor. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു I am a doctor and I am a bachelor. അദ്ദേഹം വീണ്ടും പറയാണ്, വളരെ അഹങ്കാരത്തോടു കൂടി പറയാണ്, ഞാനൊരു ബാച്ചിലറും ഡോക്ടറുമാണ്. Then why shouldn't not? Yes, അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ വെച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ തന്നെ എടുക്കുകയാണ്. ഞാൻ എന്നും ഷേവ് ചെയ്യും, ചെറിയൊരു മീശ എപ്പോഴും വെച്ച് നടക്കും. ടു മേക്ക് മീ മോർ ഹാൻഡ്സം, എന്നെ കൂടുതൽ സുന്ദരനാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. പാരഗ്രാഫ് 8. I looked into the mirror and smiled. It was an attractive smile. I made neither a shaking decision. I would always keep that attractive smile on my face to look more handsome. I was after all a bachelor and a doctor too on top of it. Again came that noise from above. So, അദ്ദേഹം പിന്നെയും കണ്ണാടിയിൽ നിന്ന് വിടുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടറെ കൊണ്ട്. അദ്ദേഹം വീണ്ടും കണ്ണാടിയിൽ നോക്കുക തന്നെയാണ്. എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിക്കുമ്പോഴാണ് wow, what an attractive smile. അദ്ദേഹം തന്നെ സ്വന്തം റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കണ്ടിട്ട് പറയാണ്, എന്ത് മനോഹരമായിട്ടുള്ള സ്മൈലാണ്. This smile makes me more handsome. ഈ ചിരി എന്നെ കൂടുതൽ ഹാൻസം ആക്കുന്നു എന്ന്. അപ്പോ അദ്ദേഹം അവിടെ ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എടുക്കുകയാണ്. എർത്ത് ഷേക്കിംഗ്, സീരിയസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്ന് കളിയാക്കിക്കൊണ്ട്, അല്ലെ, അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ കളിയാക്കിക്കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, സീരിയസ് ഡിസിഷൻ. എന്താണ് അദ്ദേഹം എടുത്ത സീരിയസ് ഡിസിഷൻ? I would always keep that attractive smile on my face to look more handsome. ആദ്യം തീരുമാനിച്ചു എന്നും ഷേവ് ചെയ്യും, ചെറിയ മീശ വെക്കും എന്നൊക്കെ. ഇവിടെ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഞാൻ എപ്പോഴും ചിരിക്കും. For what? To become more handsome. വീണ്ടും അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, because I am a bachelor, I am a doctor. വീണ്ടും അദ്ദേഹം അഹങ്കാരത്തോടെ പറയാണ്, ഞാനൊരു ഡോക്ടറാണ്, ഒരു ബാച്ചിലറാണ്. So I would always smile. Then again came that noise from above. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണല്ലേ പറയുന്നത്. വീണ്ടും ഒരു സൗണ്ട് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. Can you guess whose sound it is? Okay, here meanings are earth shaking, that is serious. Then come to the next paragraph. I got up, lit a beedi, and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അപ്പോ അങ്ങനെ അദ്ദേഹം ചേർന്ന് എഴുന്നേറ്റ് ഒരു ബീഡി എടുത്ത് കത്തിക്കുകയാണ്. ആൻഡ് പേസ്റ്റ് അപ്പ്, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്ക് അപ്പ് ആൻഡ് ഡൗൺ എന്നാണ്. അദ്ദേഹം അങ്ങനെ ബീഡി എടുത്ത് കത്തിച്ച് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദെൻ അങ്ങനെ നടക്കുമ്പോ ഇത്ര നേരം അദ്ദേഹം എങ്ങനെ സുന്ദരനാവും? അപ്പോ എന്നും ഇനി മുതൽ ചിരിക്കും, എന്നും ഷേവ് ചെയ്യും, ചെറിയ മീശ വെച്ച് നടക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത, സീരിയസ് ചിന്ത. ഇപ്പൊ നെക്സ്റ്റ് ചിന്ത വരികയാണ്, ഐ വാണ്ട് ടു ബിക്കം മാരിഡ്. നൗ ഐ എം ഗോയിങ് ടു മാരി. നെക്സ്റ്റ് ചിന്ത, എനിക്കൊന്ന് കല്യാണം കഴിക്കണം, ബിക്കോസ് ഞാൻ ബാച്ചിലർ ആണ്, ഡോക്ടറാണ് അല്ലേ. സോ ഇദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള പ്രതീക്ഷകളോ? അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ധാരാളം മണി വേണം. കാരണം ഇദ്ദേഹം ഒരു പിച്ചയാണല്ലേ, ആകെ കൂടി 60 രൂപയാണ് കയ്യിലുള്ളൂ. സോ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന വധു ഭയങ്കര കാശുകാരിയായിരിക്കണം. മാത്രല്ല നല്ലൊരു ഗുഡ് മെഡിക്കൽ പ്രാക്ടീസും, ഡോക്ടർ തന്നെ ആവണം കേട്ടോ, മോശമൊന്നും വരാൻ പാടില്ല. ഇദ്ദേഹം ഡോക്ടറാണ്, അപ്പോൾ ആ പെൺകുട്ടിയും ഡോക്ടർ തന്നെ ആവണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൂടാതെ അദ്ദേഹം ഒരു കണ്ടീഷൻ കൂടി പറയാണ്, he had to be fat for a valid reason. ആ പെൺകുട്ടി കുറച്ച് തടിയുള്ള കുട്ടിയായിരിക്കണം. അതിനൊരു പ്രത്യേക കാരണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? If I made some silly mistake and needed to run away, she should not be able to run after me and catch me.
ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് എനിക്ക് ഓടേണ്ടി വന്ന ഷീ ഷുഡ് നോട്ട് റൺ ആഫ്റ്റർ മീ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ പറ്റി എനിക്ക് ഓടേണ്ടി വന്ന അവൾക്ക് എന്റെ പിന്നാലെ എന്നെ ഓടി വന്ന് പിടിക്കാൻ പറ്റരുത്. അപ്പൊ കുറച്ച് തടിച്ച ആളാണെങ്കിൽ ഓടാൻ പറ്റില്ലല്ലോ അല്ലെ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റൺ. സോ അദ്ദേഹത്തിന്റെ ആ വാലിഡ് റീസൺ ഇതായിരുന്നു, ഒരു ഫാറ്റ് ആയിട്ടുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ എനിക്ക് ഓടേണ്ടി വന്ന എന്നെ പിന്നാലെ ഫോളോ ചെയ്ത് she should not chase me. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഇവിടുത്തെ മീനിങ് സ്ട്രക്ക് ആണ്. സ്ട്രക്ക് മീൻസ് came into mind, മനസ്സിലേക്ക് വരിക. plenty means enough, ധാരാളം. Hope all of you have understood. We come to the next paragraph. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly, there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would return around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning was simultaneous. സോ ഇവിടെ പറയുന്നത്, അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയായിരുന്നു അല്ലെ, ഒരു വീഡിയോ ഒക്കെ വലിച്ചിട്ട്. ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് അദ്ദേഹം വരിക. റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആഫ്റ്റർ എ പോസ്, കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും വരിക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചെയറിൽ ഇരിക്കുകയാണ്. അവിടെ വേറെ സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തോ ഒരു വലിയ സംഭവം വന്ന് വീഴണ പോലെ താഴത്ത് പെട്ടെന്നൊരു വലിയ സൗണ്ട് കേട്ടു. തഡ് സൗണ്ട്. തഡ് മീൻസ് എ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ സംതിങ് ഹെവി ഫോൾസ് ഓർ ഹിറ്റ്സ് സംതിങ് എൽസ്. എന്തെങ്കിലും വലിയൊരു സംഭവം താഴെ വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഇല്ല, അതിനെയാണ് തഡ് എന്ന് പറയുക. അങ്ങനെ ഒരു സൗണ്ട് പെട്ടെന്ന് അദ്ദേഹം കേൾക്കുകയാണ്, അദ്ദേഹത്തിന്റെ പിന്നിലായിട്ട്, ചെയറിന്റെ പിന്നിലായിട്ട്. Surely nothing to worry about. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും ടെൻസ്ഡ് അല്ല. ബിക്കോസ് അതൊരു ഓട് വീടാണ്, സീലിംഗ് ചെയ്തിട്ടില്ല, നിറയെ ധാരാളം പ്രാണികളും എലികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ സൗണ്ട്സ് ഒന്നും അദ്ദേഹത്തെ ഒന്നും ആക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഒന്ന് നോക്കാമെന്ന് തീരുമാനിച്ച് ജസ്റ്റ് അദ്ദേഹം ചെയറിന്റെ ബാക്കിലേക്ക് തിരിഞ്ഞതും ഒരൊറ്റ സാധനം അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വന്നു വീണു. അതെന്തായിരുന്നു? That was a snake. That is full-blooded cobra. ആൻഡ് അങ്ങനെ ചെയറിന്റെ ബാക്കിലേക്ക് ഈ സ്നേക്ക് വീഴുകയാണ്. എന്നിട്ട് ആ ചെയറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഷോൾഡറിലേക്ക് ആ സ്നേക്ക് വന്നിരുന്നു. The snakes landing on me and my turning were simultaneous. Simultaneous means at the same time. അദ്ദേഹം തിരിയുന്നതും ആ പാമ്പ് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വന്നിരിക്കുന്നതും സെയിം ടൈമാണ്. ഒരൊറ്റ സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. സോ ഇവിടെ റെസ്യൂമിയുടെ പുതിയ വേർഡായിട്ട് എടുക്കാം. ഡൾ എന്ന് പറഞ്ഞാൽ ബാഡ് ആയിട്ടുള്ള, ബോറിംഗ്. ദെൻ തട്ട്, എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു സംഭവം താഴെ വീഴുന്ന സൗണ്ട് ആണ്. ദെൻ റിഗിൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. റിഗിൾ മീൻസ് ട്വിസ്റ്റ് ആൻഡ് ടേൺ, വളഞ്ഞു പുളഞ്ഞ് അല്ലെ, വളഞ്ഞു പുളഞ്ഞ് അദ്ദേഹത്തിന്റെ ഷോൾഡറിലേക്ക് വീണു എന്നാണ് പറയുന്നത്. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. അപ്പൊ എന്താ പറയുന്നത്? ആ സമയത്ത് ഞാൻ ചാടി എണീച്ചില്ല, ഞാൻ വിറച്ചില്ല. ഈവൻ ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്, ഞാൻ ഉറക്കെ കരഞ്ഞില്ല. കാരണം ഇത് ഇപ്പൊ ദേഹത്തെ വന്നിരിക്കുന്നത്. ഇത് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെന്റ് നമ്മൾക്ക് ഉണ്ടായി ഓൺ ദ സ്പോട്ടിൽ ഇത് എന്ത് ചെയ്യും? നമ്മളെ കൊത്തും. സോ ഐ ഡിഡ്ന്റ് ജംപ്, ഐ ഡിഡ്ന്റ് മൂവ്, ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്. കാരണം അദ്ദേഹം പറയുന്നത് ആക്ച്വലി ഇതിനൊന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം തിരിഞ്ഞപ്പോഴേക്കും പാമ്പ് വീണു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിറയ്ക്കാനോ പേടിക്കാനോ കരയാനോ ചാടി എണീക്കാനോ ഒന്നിനും സൗണ്ട് കിട്ടിയില്ല. അത്രയ്ക്കും ടൈമിങ്ങിലായിരുന്നു ആ പാമ്പ് വന്ന് ദേഹത്ത് വന്ന് പതിച്ചത്. അങ്ങനെ ഈ പാമ്പ് എഴഞ്ഞു വന്നിട്ട് ഈ ഷോൾഡറിന്ന് ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ചുറ്റി. ഈ വലിയ കോബ്ര അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ചുറ്റിയിരിക്കുകയാണ്. അതിന്റെ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി അല്ലേ,
അതിങ്ങനെ വിടർത്തി സ്പ്രെഡ് ഔട്ട്. മൂർഖൻ പാമ്പിന് പത്തി ഉണ്ടാവുമല്ലേ, അതിങ്ങനെ വിടർത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫേസും ഈ പാമ്പും തമ്മില്, പാമ്പിന്റെ ഹുഡും തമ്മില് ആകെ 3-4 ഇഞ്ചസ് വ്യത്യാസമേ ഉള്ളൂ എന്നാ പറയുന്നത്. അത്രയും അടുത്താണ് ഇരിക്കുന്നതോ മൂർഖൻ പാമ്പ്. ഫുൾ വെനമസ് ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് അല്ലെ. അപ്പോ മരണം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഹിയർ മീനിങ്സ് സൈമൾട്ടേനിയസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം എന്നാണ്. ട്രംബിൾ അറിയാലോ എല്ലാവർക്കും, വിറയ്ക്കുക, ഷിവർ. സ്ലിതർ എന്ന് പറഞ്ഞാൽ മൂവ് ലൈക്ക് എ സ്നേക്ക്, സ്നേക്ക് മൂവ് ചെയ്യില്ലേ അതുപോലെ വളഞ്ഞു പൊളഞ്ഞ് മൂവ് ചെയ്യുന്ന രീതിക്കാണ് സ്ലിതർ എന്ന് പറയുന്നത്. കം ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone imaged in the flesh. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ ശ്വാസം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല. കാരണം ആ സമയത്ത് ശ്വാസം പിടിച്ചു നിൽക്കാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് എ സ്റ്റോൺ. ഞാൻ ശരിക്കും ഒരു കല്ല് പോലെയായി. കാരണം ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു പാമ്പാണ്, അതെന്റെ മുഖത്തിന്റെ 3-4 ഇഞ്ചസ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോ അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ സ്റ്റിൽ മൈ മൈൻഡ് ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോഴും എന്റെ മൈൻഡ് ആക്റ്റീവ് ആണ്, മനസ്സ് കുറച്ച് സ്മാർട്ട് ആയിരിക്കുന്നുണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്ത വരുന്നുണ്ടല്ലേ. അപ്പൊ അതിനാണ് മൈൻഡ് വാസ് ആക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദ ഡോർ ഓപ്പൺ ഇൻ ടു ഡാർക്ക്നെസ്. കംപ്ലീറ്റ് ഈ റൂമിൽ ഡാർക്ക്നെസ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു അത് രാത്രി 10 മണിയാണ്, 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ. മാത്രമല്ല ആകെ കൂടി ഒരു കെറോസിൻ ലാമ്പ് ലൈറ്റ് ആണുള്ളത്, ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചെറിയൊരു വെളിച്ചാണ് ആ റൂമിലുള്ളത്, ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഇദ്ദേഹത്തിന് ഹി ഡസന്റ് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് കല്ല് പോലെ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയറിൽ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ. കയ്യിലുള്ളത് വലിയൊരു ഫുൾ ബ്ലഡഡ് ആയിട്ടുള്ള കോബ്ര, മൂർഖൻ പാമ്പാണ്. സോ I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." അപ്പൊ ഇവിടെ ശരിക്കും ഒരു സറ്റേറിക്കൽ യൂസേജ് ആണ്. അതായത് ദൈവത്തെ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത മനുഷ്യർ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തില് ദൈവത്തെ വിചാരിക്കുമല്ലേ. അപ്പൊ ആ ഒരു പ്രവണതയെ, മനുഷ്യന്റെ പ്രവണതയെ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ പരിഹസിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അദ്ദേഹം ഒന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെ. അദ്ദേഹം ഇതുവരെ ചിന്തിച്ചിരുന്നത്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ബാച്ചിലർ ആണ്, ഐ വുഡ് ലൈക്ക് ടു മാരി എ ഫാറ്റ് വുമൻ ഹു ഹാവ് പ്ലെന്റി ഓഫ് മണി ആൻഡ് ഓൾസോ എ ഡോക്ടർ. ഡോക്ടറായ ഒരു ഗേളിനെ മാരി ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഭയങ്കര അഹങ്കാരമായിരുന്നു അല്ലെ. ഇപ്പൊ അഹങ്കാരമൊക്കെ തകർന്ന് തരിപ്പണായ ഒരു പാമ്പ് കയ്യിൽ വന്നിരിക്കുന്നു. അപ്പോ നൗ ഹി ഈസ് തിങ്കിങ് ഓഫ് ഗോഡ് അല്ലെ. ഇപ്പൊ അദ്ദേഹം ദൈവത്തെ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ മനസ്സിലെ ഒരു ചിന്ത വരികയാണ്, ഞാൻ പറഞ്ഞത് എന്തോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് എനിക്ക് കിട്ടിയ ഫലമാണ് ഈ കയ്യിലിരിക്കുന്ന സംഭവം. എന്താണ് സംഭവം? കോബ്ര അല്ലെ. സോ അദ്ദേഹം ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ അഹങ്കരിച്ച, എന്റെ അഹങ്കാരത്തിന് കിട്ടിയ റിസൾട്ടാണ് ഇത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ദൈവത്തെ വിളിക്കുകയാണ്, ഓ ഗോഡ്, ടു സേവ് ഹിം അല്ലെ. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തെ വിളിക്കുകയാണ്. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? അപ്പൊ അദ്ദേഹം ഇത്രയും നല്ല തടിയുള്ള ഫുൾ ബ്ലഡഡ് ആയിട്ടുള്ള ഒരു കോബ്ര അങ്ങനെ കയ്യിൽ ചുറ്റി പിടിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര വേദനയായിരിക്കും അല്ലെ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ശരിക്കും തീയിൽ ഉരുക്കിയ ഒരു ലെഡ്, ഈയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ക്രഷ് ചെയ്യുന്ന പോലെയുള്ള ഒരു വേദനയായിരുന്നു
ഈ പാമ്പ് വന്നിരിക്കുമ്പോൾ. അങ്ങനെയാണുള്ളത്. ഒന്നാമത് നമ്മളും എയർ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, അദ്ദേഹം എയർ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പാമ്പ് വന്നിരുന്നപ്പോൾ കയ്യിന്റെ കംപ്ലീറ്റ് ബലവും ചോർന്നു പോകുന്ന പോലെ ഇദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത്. സോ അദ്ദേഹം ചിന്തിക്കണം, വാട്ട് കുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. സോ ഇതിൽ വരുന്നത് മോൾട്ടൺ ലിക്വിഫൈഡ് ബൈ ഹീറ്റ്, നമുക്കറിയാം ഉരുക്കുക അല്ലെ. റോഡ് അയൺ ബാർ ആണ്. പിന്നെ വരുന്നത് ഡ്രെയിൻ ആണ്. ഡ്രെയിൻ കോസ് ടു റൺ ഔട്ട്, ടു ലോസ് അല്ലെ, നഷ്ടപ്പെടുക, കയ്യിലെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നാം. കം ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. അപ്പോൾ അദ്ദേഹം ഇവിടെ ചിന്തിക്കുകയാണ്, ഇപ്പോഴാണ് അദ്ദേഹം മനുഷ്യനായതല്ലേ, ഇതുവരെ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യനായിരുന്നു, ഇപ്പൊ നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനായി. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ 4-5 ഇഞ്ച് വ്യത്യാസത്തിലാണ് ഈ പാമ്പ് ഇരിക്കുന്നത്. ഈ പാമ്പ് എങ്ങാനും എന്നെ കടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? മരണം അത്രയ്ക്കും അടുത്താണ്. ഞാനൊരു ഡോക്ടറാണല്ലേ, ഡോക്ടറായിട്ടും ഐ ഡിഡ്ന്റ് കീപ് എനി ഫസ്റ്റ് എയ്ഡ് ഇൻ മൈ റൂം അല്ലെ. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും എന്റെ റൂമിൽ ഞാൻ ഡോക്ടറായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇത് കടിച്ചാൽ ഞാൻ എന്ത് മരുന്നെടുക്കും? ഐ ആം അലോൺ ഹിയർ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ അദ്ദേഹം ചിന്തിക്കണത്, വാട്ട് എ ഫൂളിഷ് ഡോക്ടർ ഐ ആം, ഞാൻ എന്തൊരു ഫൂളിഷ് ഡോക്ടറാണ്. ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സോ ഒന്നും എന്റെ റൂമിൽ ഇല്ല എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്. എന്നിട്ട് ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽ ഫീബ്ലി അറ്റ് മൈസെൽഫ്, ഞാൻ ഡോക്ടർ അദ്ദേഹത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. ഐ ആം സ്റ്റുപ്പിഡ് ഡോക്ടർ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ് വളരെ മോശമായിട്ടല്ലേ. എന്നിട്ട് ആ സമയം അദ്ദേഹത്തിന്റെ ആ പാമ്പുള്ള പേടി മാറിയിട്ട് കുറച്ച് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സ്മൈൽ വന്നു അത് ചിന്തിച്ചപ്പോ എന്നാ പറയുന്നത്. സ്വയം അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മണ്ടത്തരത്തെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് ചിരി വന്നു എന്നാണ് പറയുന്നത്. Lurk means wait somewhere secretly. Okay. ഫീബ്ലി വിത്തൗട്ട് സ്ട്രെങ്ത് അല്ലേ. ഫീബ്ലി പറഞ്ഞ അദ്ദേഹത്തിന് ആരോഗ്യമില്ല, പാമ്പ് കയ്യിലുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഒരു വളരെ പാസീവ് വോയിസിൽ ചിരിക്കുക, തീരെ സ്ട്രെങ്ത് ഇല്ലാത്തൊരു ചിരി അല്ലേ. നെക്സ്റ്റ് പാരഗ്രാഫ്. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara on wearing a vermilion spot on its forehead? അപ്പോ ഈ സമയത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ അഹങ്കാരമൊക്കെ മാറി അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലായി, ഐ എം എ സ്റ്റുപ്പിഡ് ഡോക്ടർ അല്ലെ, ഞാനൊരു മരുന്ന് പോലും അവിടെ വെച്ചിട്ടില്ല, അപ്പൊ ഞാൻ എത്രത്തോളം സ്റ്റുപ്പിഡാണ് അദ്ദേഹം ചിന്തിച്ച ആ നിമിഷത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വയം കുറവുകൾ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, ദൈവം അതെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, ദൈവത്തിന് അത് ഇഷ്ടമായിട്ടുണ്ട്. മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ ദൈവം അതിനുള്ള റിസൾട്ടും അവിടെ കാണിച്ചു. എന്താണ് റിസൾട്ട്? അങ്ങനെ ഇരിക്കുമ്പോ ഈ കയ്യിലിരിക്കുന്ന പാമ്പ്, അവിടെ ഒരു മിറർ ഉണ്ടല്ലേ, ഇത്ര നേരം ഡോക്ടർ ആസ്വദിച്ചിരുന്ന മിറർ, അതിലേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കി ചെറുതായിട്ട് ഇങ്ങനെ നോക്കുന്നത്, മിററിൽ നോക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹം വിചാരിക്കുകയാണ്, ഞാൻ എന്റെ റിഫ്ലക്ഷൻ മിററിൽ നോക്കി ആസ്വദിച്ച പോലെ ഈ പാമ്പും ഈ പാമ്പിന്റെ ബ്യൂട്ടി ആസ്വദിക്കുകയാണോ, അല്ലെങ്കിൽ ആ പാമ്പ് മുസ്റ്റാഷിനെ കുറിച്ച്, എന്നെ പോലെ മീശ വളർത്തുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയാണോ, അല്ലെങ്കിൽ ഐഷാഡോ അല്ലെങ്കിൽ മസ്കാര, ഇതൊക്കെ അറിയാലോ, മേക്കപ്പ് ടൂൾ ആണല്ലേ ഐഷാഡോ, നമ്മളിവിടെ ഗേൾസ് യൂസ് ചെയ്യണത്, മസ്കാര പീലിയൊക്കെ വിടരാൻ യൂസ് ചെയ്യണ മേക്കപ്പ് ടൂൾ ആണ് അല്ലെ. സോ അതൊക്കെ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ വെയറിങ് എ വെർമിലിയൻ എന്ന് പറഞ്ഞാൽ സിന്ദൂരം അല്ലെ, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന സിന്ദൂരം, കുങ്കുമം എന്നൊക്കെ പറയും. ആ സ്പോട്ട് ഇടുന്നതിനെ, നെറ്റിയിൽ ആ സ്പോട്ട് ഇടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണോ എന്നൊക്കെ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ചിന്തിക്കുകയാണ്. എന്തായിരിക്കും ഈ കണ്ണാടിയിൽ നോക്കി പാമ്പ് ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. സോ മീനിങ്സ് ആർ വെർമിലിയൻ, ദാറ്റ് ഈസ് എ ബ്രൈറ്റ് റെഡ് കളർ, കുങ്കുമം എന്ന് പറയുന്നത്. Come to the next paragraph.
I did not know anything for certain. Okay. I did not know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there, I crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോഡ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത പോലെ തോന്നി ഞാൻ എൻ്റെ മണ്ടത്തരത്തെ കുറിച്ച് ഓർത്തപ്പോ എന്ന്, അല്ലെ? അദ്ദേഹം കറക്റ്റ് സംഭവം റിയലൈസ് ചെയ്തപ്പോ അദ്ദേഹം എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ ഗോഡ് അപ്രീഷിയേറ്റ് ചെയ്ത പോലെ തോന്നി എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അതായത് ഈ പാമ്പിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് ഹി കനോട്ട് ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ സ്നേക്ക്, പെണ്ണാണോ ആണാണോ എന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. മാത്രല്ല ഈ സ്നേക്ക് മെല്ലെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ തുടയിലൂടെ, ലാപ്പിലൂടെ ആ പാമ്പ് പെട്ടെന്ന് ടേബിളിലേക്ക് ചാടുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഗോഡ് അപ്രീഷിയേറ്റഡ് മീ വെൻ ഹി റിയലൈസ്ഡ് ഹിസ് ഓൺ വർത്ത്, അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് സ്വയം അറിഞ്ഞപ്പോ ദൈവം അനുഗ്രഹിച്ച പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. മെല്ലെ പാമ്പ് കയ്യിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ തുടയിലൂടെ ടേബിളിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? കണ്ണാടി ഇരിക്കുന്ന ടേബിളിലേക്ക്. Perhaps it wanted to enjoy its reflection at closer quarter. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, അദ്ദേഹം കണ്ണാടി അടുത്ത് നോക്കിയല്ലേ, അതുപോലെ തന്നെ ഈ പാമ്പും ഈ പാമ്പിന്റെ റിഫ്ലക്ഷൻ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ണാടിയുടെ അടുത്ത് ചെന്ന് നോക്കിയതാവും എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. So unwound, to take off something that is coiled around, അതായത് പാമ്പ് ചുറ്റിൽ അഴിച്ചിട്ട് ഇറങ്ങുക എന്ന് പറയില്ലേ. ക്രീപ്പ് എന്ന് പറഞ്ഞ ക്രൗഡ്, മൂവ് സ്ലോലി. ക്ലോസ് ക്വാർട്ടേഴ്സ് മീൻസ് വെരി നിയർ, വളരെ അടുത്തിൽ നിന്ന്. നെക്സ്റ്റ്, I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. അപ്പൊ ശരിക്കും അല്ല, ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ആശ്വാസമാണ്. അദ്ദേഹത്തിന്റെ മേലിൽ നിന്ന് പാമ്പ് പോയി, അത്രയൊരു ആശ്വാസം ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഇപ്പോ നേരത്തെ പോലെ കല്ല് പോലെയല്ല എന്ന് പറയുന്നത്. ഇതുവരെ അദ്ദേഹം ഇരുന്നത് കല്ല് പോലെയായിരുന്നു എന്ന് പറയുന്നത്, അല്ലെ? ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം എന്തായി? മാൻ ഓഫ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, അതായത് സാധാ ഒരു മനുഷ്യന്റെ നോർമൽ അവസ്ഥയിലേക്ക് വന്നു. കുറച്ച് പേടിയൊക്കെ മാറി അദ്ദേഹം ഒന്ന് റിലാക്സ്ഡ് ആയി എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ശ്വാസം പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, കാരണം പാമ്പ് അടുത്തുണ്ടല്ലേ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടാലേ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. എപ്പോ വേണമെങ്കിലും പാമ്പ് നമ്മളുടെ മേത്തേക്ക് ടേൺ ചെയ്ത് കടിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ശ്വാസം പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം മെല്ലെ വാതിലിന്റെ പുറത്തു കൂടെ മെല്ലെ വരാന്തയിലെത്തി പെട്ടെന്ന് അവിടുന്ന് വിട്ടു, ഓടി, നിർത്താതെ ഓടി എന്നാണ് പറയുന്നത്. അത്രയും അദ്ദേഹം കുറച്ചു നേരം അനുഭവിച്ച അവസ്ഥ, അല്ലെ? ശരിക്കും ഒരു പാമ്പൊക്കെ കയ്യിൽ വന്നിരുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് മൂർഖം പാമ്പ്, പത്തിയുള്ളത്. അപ്പോ പെട്ടെന്ന് അദ്ദേഹം വരാന്തയിലൂടെ കടന്ന് അവിടുന്ന് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഓടി എന്നാണ് പറയുന്നത്. Phew. Each of us heaved a sigh of relief. All of us lit beadies. Somebody asked, "Doctor, is your wife very fat?" "No," the doctor said. "God will otherwise. My life companion is a thin, ready person with the gift of a sprinter." അപ്പോ വീണ്ടും റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് അവരിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ ഹോമിയോപ്പതി ഡോക്ടർ പറയുന്ന കഥയാണല്ലേ. അപ്പൊ വീണ്ടും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഹഫ് എന്ന് പറയുകയാണ്, ഒരു നെടുവെറുപ്പിടുക. കാരണം ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു, അത്രയ്ക്കും വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലാണല്ലേ ഉണ്ടായിരുന്നത്. സോ എല്ലാവരും നെടുവെറുപ്പിടുകയാണ്. അപ്പൊ അതിലിരിക്കുന്ന ഒരാള് ഈ ഹോമിയോപ്പതി ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ, നിങ്ങളുടെ വൈഫ് ഫാറ്റ് ലേഡി ആണോ? അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻ അതായിരുന്നല്ലേ, ഒരു ഫാറ്റ് ലേഡീനെ വിവാഹം കഴിക്കണമെന്ന്. ഫാറ്റ് ലേഡി ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? നോ, ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവം നിശ്ചയിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു.
എൻ്റെ വൈഫ് വളരെ റീഡി ആയിട്ടുള്ള പേഴ്സൺ ആണ്. റീഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നും വളരെ ടോളും അല്ലെ, മെലിഞ്ഞ് ഉയരത്തിലുള്ള ഒരു ഗേൾ ആണ്. അദ്ദേഹം എന്ത് വിചാരിച്ചു? ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. മാത്രല്ല വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ഹിസ് സ്പ്രിന്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്ലറ്റ്, നല്ല ഓടാൻ കഴിവുള്ള ഒരാളുമാണ് അദ്ദേഹം. ഒരു തടിച്ച ലേഡിനെ വേണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? പിന്നാലെ ഓടി ചേസ് ചെയ്യരുതെന്ന് വെച്ചിട്ട്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു ഉണ്ടായത്. ഇവര് മെലിഞ്ഞ ലേഡിയുമാണ്, അത്യാവശ്യം നല്ല ഓട്ടക്കാരിയുമാണ് എന്നാണ് പറയുന്നത്. Someone else asked doctor, when you ran, did the snake follow you? അപ്പോ അപ്പുറത്തിരിക്കുന്ന വേറൊരാൾ ചോദിച്ചു, ഡോക്ടർ നിങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഈ പാമ്പ് നിങ്ങളുടെ പുറകെ ഫോളോ ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മീനിങ്സ് വരുന്നത് ഹീവ് എന്നാണ്, റിലീസ് എയർ ആസ് ഇൻ എ സൈൻ, നെടുവീർപ്പെടുക എന്നുള്ളതാണ്. Come to the 20th paragraph. The doctor replied, I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30, I took my friend and 1 or 2 others to my room to move my things from there. But we found we had little to carry. Some thief had removed most of my things. The room had been cleaned out. But not really. The thief had left behind one thing as a final result. അങ്ങനെ ഡോക്ടറിനോട് ഒരാൾ ചോദിക്കുകയാണ്, നമ്മുടെ പാമ്പ് അദ്ദേഹത്തെ ഫോളോ ചെയ്തു എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇല്ല, ഞാൻ അത്രയ്ക്കും സ്പീഡിൽ ഒരു ഫ്രണ്ടിന്റെ ഹൗസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ എത്തിയപ്പോ, കാരണം മേലൊക്കെ പാമ്പ് അരിച്ചതാണല്ലേ, അപ്പൊ അവിടെ എത്തിയപ്പോ വളരെ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് നല്ല രസത്തിൽ കുളിച്ച് വേറെ ഡ്രസ്സൊക്കെ, ഫ്രഷ് ഡ്രസ്സൊക്കെ ഇട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രല്ല നെക്സ്റ്റ് മോർണിംഗിന് ഇനി എത്രയും പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താ, ഇനി എന്തായാലും വേണ്ടില്ല ആ റൂമിൽ നിന്ന് സ്ഥലം വിടണം അല്ലെ, കാരണം പാമ്പും എലികളും കരണ്ടും ഇല്ല, നിറയെ ചൂടും ഫാൻ ഒന്നും ഇല്ലാത്ത ഒരു പ്ലേസ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ റൂം വിടണം എന്നായി അദ്ദേഹത്തിന്റെ മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏകദേശം 8:30 ആവുമ്പോ തന്നെ 1-2 ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുപോയി ആ റൂമിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? അവിടുന്ന് എത്രയും പെട്ടെന്ന് ആ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന് സ്ഥലം വിടണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോ എന്തുണ്ടായി? We found we had little to carry. അവിടെ എത്തിയപ്പോ ഒന്നും അവിടുന്ന് എടുക്കാനില്ല, കാരണം അവിടെ ഒന്നുമില്ല ഇപ്പൊ വീട്ടില്. കാരണം അദ്ദേഹം നല്ല റൂം തുറന്നിട്ടിട്ടാണ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിയത്. അപ്പോ ആ സമയത്ത് some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final result. ഒരു തീഫ് വന്നിട്ട്, ഒരു കള്ളൻ വന്നിട്ട് ആ റൂമിലെ എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിട്ട് വൃത്തിയാക്കി പോയിട്ടുണ്ട്, ഒന്നും അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു സംഭവം മാത്രം അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, അത് മാത്രം എടുത്തിട്ടില്ല എന്ന് പറയാണ്. അത് എനിക്ക് ആക്ച്വലി ഇൻസൾട്ട് ആയിരുന്നു. ഒരു സംഭവം മാത്രം അവിടെ ഇട്ടുപോയി, അത് എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ വാട്ട് വാസ് ദാറ്റ്? I asked. I means ബഷീർ. ബഷീർ ഈസ് എ നരേറ്റർ. അപ്പോ ബഷീർ ചോദിക്കുകയാണ്, അതെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. The doctor said, my vest, the dirty one. അതെന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു വെസ്റ്റ്, ബനിയൻ അല്ലേ, അത് പറഞ്ഞു നോട്ട് സോ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഴയതാണ്, ഡേർട്ടി വൺ ആണെന്ന്. അതുകൊണ്ടായിരിക്കാം ആ വെസ്റ്റ് മാത്രം, ആ ബനിയൻ മാത്രം അവിടെ ഇട്ടുപോയി നമ്മുടെ കള്ളൻ എന്നുള്ളതാണ്. The fellow had such a sense of cleanliness. The rascal could have taken it and used it after washing it with soap and water. അപ്പൊ ഇദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. ആ കള്ളൻ എന്ന് പറയുന്നത് കുറച്ച് വൃത്തിയുള്ള ആളാ തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം എന്റെ ഡേർട്ടി വെസ്റ്റ് എടുക്കാതെ പോയത്. എന്നിട്ട് ചിന്തിക്കണം, അദ്ദേഹത്തെ റാസ്കൽ എന്ന് വിളിക്കുകയാണ്. ആ റാസ്കലിന് അതും കൂടി എടുത്തു കൊണ്ടുപോയിരുന്നില്ലേ? അത് എടുത്തിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി ഉപയോഗിക്കായിരുന്നില്ലേ? എന്തിനാ അത് മാത്രം അവിടെ അവശേഷിപ്പിച്ച് പോയി എന്നുള്ളതാണ്. അദ്ദേഹം ശപിക്കുകയാണ് ആ കള്ളനെ. കാരണം ആർക്കും ആവശ്യമില്ലാത്ത വെസ്റ്റ് മാത്രം അവിടെ ഇട്ട് ബാക്കിയൊക്കെ എടുത്തു പോയല്ലേ. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty. അപ്പോ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിക്കുകയാണ്, നെക്സ്റ്റ് ഡേ ആ റൂമിലേക്ക് ചെന്നപ്പോ സ്നേക്കിനെ കണ്ടോ? അപ്പൊ അദ്ദേഹം ചിരിക്കുകയാണ്, നോ,
അദ്ദേഹം എന്ത് പറയാണ്? ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ദാറ്റ് സ്നേക്ക് ആക്ച്വലി ഐ തിങ്ക് ദാറ്റ് സ്നേക്ക് കെയിം ഇൻ ടു ദ റൂം ടു സീ ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇൻ ദ മിറർ. ആ സ്നേക്ക് റൂമിൽ വന്നത് തന്നെ അതിന്റെ കണ്ണാടിയിൽ അതിന്റെ സ്വയം സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് നമ്മുടെ ഡോക്ടർ പറയണത്. അങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവിടെ കഥ അവസാനിക്കുകയാണ്. അപ്പോ വാട്ട് ദ സ്റ്റോറി കൺവേസ്, വാട്ട് മെസ്സേജ് ദ സ്റ്റോറി കൺവേസ്, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സ്റ്റോറി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വൺ ഷുഡ് നോട്ട് ബി പ്രൗഡ് ഓഫ് വൺ സെൽഫ്, അല്ലെ? നമ്മൾ ആരും നമ്മളെ കുറിച്ച് അഹങ്കാരികളാവരുത്, അല്ലെ? സോ ബിക്കോസ് വി ആർ നത്തിങ്, വി ആർ സീറോ വിതൗട്ട് ദ സപ്പോർട്ട് ഓഫ് ഗോഡ്. ഗോഡിന്റെ ഒരു ബിനൈൻ സപ്പോർട്ട് ഇല്ലാതെ നമ്മളെല്ലാം വെറും സീറോ ആണല്ലേ, അല്ലെങ്കിൽ വി ആർ നത്തിങ്, ഒന്നുമല്ല എന്നാണ് പറയുന്നത്. വൺസ് ദ ഡോക്ടർ റിയലൈസ്ഡ് ഹിസ് ഓൺ വർത്ത് ഹി വാസ് സേവ്ഡ്, അല്ലെ? ഇവിടെ ഡോക്ടർ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വയം പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്തൊരു വിഡ്ഢിയാണല്ലേ, പൊട്ടനാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഡോക്ടറായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സോ ബേസിക് ആയിട്ടുള്ള മെഡിസിൻ പോലും റൂമിൽ കീപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നിലയിലേക്ക് ഇറങ്ങി വന്നപ്പോ അവിടെ ഗോഡ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വൺ ഷുഡ് നോട്ട് ബി പ്രൗഡ് ഓഫ് വൺ സെൽഫ് എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ ഇതുപോലത്തെ സംഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും എന്നാണ് ബഷീർ ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഞാൻ ഡോക്ടറാണ്, ഞാൻ ബാച്ചിലർ ആണ് എന്നൊക്കെ പറയുന്ന ആ സംഭവത്തെ കളിയാക്കി, അഹങ്കാരത്തെ കളിയാക്കി പൊളിച്ച് എഴുതിയിരിക്കുകയാണ് നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഷോർട്ട് സ്റ്റോറിയിലൂടെ. ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ. താങ്ക് യു.